ഹായ്, വെൽക്കം ടു പ്രെപ് സ്കെയിൽ. 30/4/2025 ഏപ്രിൽ മാസം 30 HST സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 4/6/2025 ആണ്. ജൂൺ മാസം 4-ാം തീയതിയാണ്. അപ്പൊ ഇനി നിങ്ങൾ ഇനിയും അപേക്ഷിച്ചില്ല എങ്കിൽ ഇനി നിങ്ങൾ ഒട്ടും സമയം വൈകിക്കരുത്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ സെർവർ ചിലപ്പോൾ നമുക്കറിയാം, മുൻ അനുഭവങ്ങളിൽ ചില പ്രാവശ്യം സെർവർ ഡൗൺ ഒക്കെ ആയി സെർവറിൽ തിരക്ക് കൂടിയിട്ട് അപേക്ഷിക്കാനുള്ള ആൾക്കാരുടെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഏത് ജില്ലയാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തീരുമാനിക്കുക. എന്നിട്ട് എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷിക്കണം. 4/6/2025 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളും ഏതേത് ജില്ലകളിൽ എത്രത്തോളം നിയമനം നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സംവരണം ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ ജില്ല മാറി നിൽക്കാൻ താല്പര്യമുണ്ടോ, ജില്ല മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ലയോ, എല്ലാ കാര്യങ്ങളും മൈൻഡിൽ വെച്ചിട്ട് വ്യക്തമായ ഒരു തീരുമാനം എടുത്തിട്ട് അപേക്ഷിക്കുക. അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ PSCയുടെ ഏത് നോട്ടിഫിക്കേഷൻ കാണുമ്പോഴും അതിൽ ഇങ്ങനെ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മളത് കാണുമെങ്കിലും അത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിൽ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്, നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു കീപ് എ പ്രിന്റ് ഔട്ട് ഓർ സോഫ്റ്റ് കോപ്പി ഓഫ് ദ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാലും ഏത് തസ്തികക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാലും നമ്മുടെ പ്രൊഫൈലിൽ മൈ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു PDF കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് സോഫ്റ്റ് കോപ്പിയായി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെയിലിലോ ഡ്രൈവിലോ ഫോണിലോ എവിടെയെങ്കിലും സൂക്ഷിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. ഇതിന്റെ ആവശ്യം എന്താണെന്നൊന്ന് ഓർക്കണം. നിങ്ങൾ മുമ്പ് കുറച്ചു കാലം മുമ്പൊക്കെ പേപ്പറിലും ന്യൂസിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ UPST LPSTയിലൊക്കെ എഴുതിയ കുറച്ച് ആൾക്കാരുടെ അപേക്ഷ എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റിയില്ല, അവരുടെ അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരവസ്ഥ വരാതിരിക്കട്ടെ, വരാൻ സാധ്യതയും ഇനിയില്ല. എങ്കിലും നമ്മൾ ഇത്രത്തോളം പഠിച്ചെഴുതുകയല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചാൻസ് എടുക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ ഒരു പ്രിന്റ് എടുത്തു വെക്കുക. അല്ലെങ്കിൽ വേണ്ട, പ്രിന്റ് എടുക്കണ്ട, അതിന്റെ ഒരു കോപ്പി, സോഫ്റ്റ് കോപ്പി നിങ്ങൾ നിങ്ങളുടെ മെയിലിലോ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെക്കുക. ഫ്യൂച്ചർ, ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യുക. അത് ഈ എക്സാമിനെന്നല്ല, നിങ്ങൾ ഏത് PSC എക്സാം എഴുതുകയാണെങ്കിലും എന്ത് എക്സാം എഴുതുകയാണെങ്കിലും നമ്മൾ അപേക്ഷിച്ചു എന്നതിൻ്റെ ഒരു തെളിവ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ കാര്യം എന്തായാലും ഓർമ്മയിൽ വെക്കണം, ഒരിക്കലും വിട്ടു പോകരുത്. ഇനി അപേക്ഷിച്ച് കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ആ മൈ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് അത് ചെയ്യാം. അതെന്തായാലും ഒന്ന് ചെയ്തു വെക്കണം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, അപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ സയൻസിന്റെ 4/6/2025 അവസാന തീയതി. എക്സാം എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? നമുക്കറിയാമല്ലോ, ഇപ്പൊ കഴിഞ്ഞ HST, ഇപ്പൊ നമ്മുടെ HSTയുടെ ഡേറ്റുകൾ വന്നു. സോഷ്യൽ സയൻസ് ഒഴികെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ ഏകദേശം എത്ര സമയം നമുക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ ഏകദേശം നമുക്ക് പറയാമല്ലോ, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസത്തിനൊക്കെ ഉള്ളിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പഠിക്കാനുള്ള സമയം ലഭിക്കുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു ഒക്ടോബർ ടു ഡിസംബർ ആണ് എക്സാമിന് സാധ്യത. ഈ വർഷം തന്നെ എക്സാം ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ ഒക്ടോബർ ടു ഡിസംബർ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി പഠിക്കാൻ ഏകദേശം നമ്മൾ ഒരു 5 മാസമാണ് നമുക്കൊരു മിനിമം ആയിട്ട് പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. കൂടിപ്പോയാൽ ഒരു 7 മാസം നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ, അപ്പൊ ഒരു 5 മാസത്തെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ മതി. ചിലപ്പോൾ ഒക്ടോബറിൽ തന്നെ വന്നാലോ, പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു 5 മാസം കൊണ്ട് നമുക്ക് ഈ സിലബസ് പൂർണ്ണമായും പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കണം നിങ്ങൾ പിന്തുടരേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. വലിയ മാറ്റങ്ങളൊന്നും സിലബസിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ചിലപ്പോൾ മാറ്റങ്ങൾ ഇല്ലാതെയും വരാം. മാറിയാൽ തന്നെ ഒരു 30% താഴെയുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള കാര്യമാവുമ്പോൾ നിലവിലുള്ള ആ സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ പഠിക്കാൻ. അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ പുതിയ ബാച്ച് 6 സോഷ്യൽ സയൻസ് വജ്ര ബാച്ച് 6 ആരംഭിക്കുകയാണ്. ഈ വജ്ര ബാച്ച് 6 നമ്മുടെ ബാക്കി എല്ലാ ബാച്ചുകളും പോലെ തന്നെ ഒരു സ്പെഷ്യലി ഈ ഒരു വിഷയത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാച്ചാണ്.
ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഏകദേശം ഒരു 5 മാസത്തെ ടൈം ഫ്രെയിം അല്ലേ മുന്നിൽ കാണുന്നേ. അപ്പോൾ ഒരു 180 ദിവസത്തെ ലേണിംഗ് സ്ട്രാറ്റജിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഈ 150 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് എ ഭാഗവും മീൻസ് നമുക്കറിയാമല്ലോ, എ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ അവയർനെസ് പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെയും കറണ്ട് അഫെയറിന്റെയും റിനേസൻസിന്റെയും ഒക്കെ ഭാഗം വരുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ എ പാർട്ടും ബി പാർട്ടും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത്. അപ്പം 150 ദിവസം കൊണ്ട് നമ്മുടെ ഈ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കും. ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഇന്നതാ പഠിക്കേണ്ട, ഇന്ന ഭാഗവാ പഠിക്കേണ്ട എന്ന് പറയും. അതിനനുസരിച്ചുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. ആ വീഡിയോ ക്ലാസ്സിന്റെ PDF നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത്, നമ്മുടെ മുന്നിൽ 150ഓളം ദിവസമുള്ളത് കൊണ്ട് അത്ര തിരക്ക് പിടിച്ചൊന്നും അല്ലെങ്കിൽ അത്രത്തോളം സമയം കൂടുതലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ദിവസം ഒരു 2-3 മണിക്കൂറിനുള്ളിലൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളെ നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സമയം കൊണ്ട് കാണാവുന്ന വീഡിയോ ക്ലാസ്സുകളും അതിന് നിങ്ങൾക്ക് PDF നോട്ടുകൾ ലഭ്യമാവും. നിങ്ങൾക്ക് അത് വെച്ച് പഠിക്കാം. എന്നിട്ട് ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ അതേ ദിവസം നടക്കുന്ന ഡെയിലി ടോപ്പിക് എക്സാമിൽ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അങ്ങനെ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി നമുക്കപ്പോൾ മനസ്സിലാവും ഞാൻ പഠിച്ചത് ശരിയാണോ, ഞാൻ പഠിച്ച ഭാഗത്തു നിന്ന് എനിക്ക് മാർക്ക് കിട്ടിയോ, എത്രത്തോളം ഞാൻ പഠിച്ചു, ഇനി ഏത് ഭാഗം കൂടുതൽ പഠിക്കണം, ഈ ധാരണകൾ കിട്ടും. ഓരോ ആഴ്ചയും റിവിഷൻ എക്സാമുകളുണ്ട്. ആ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു റിവൈൻഡിന് വേണ്ടിയിട്ട്. അതോടൊപ്പം മിനിമം 20 മോഡൽ എക്സാമുകളും എല്ലാ പ്രീവിയസ് ഇയർ എക്സാമുകളും നമ്മൾ അറ്റൻഡ് ചെയ്യും. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു എത്രയോ എക്സാമുകൾ എഴുതിയ ഒരു അനുഭവ സമ്പത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ആ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നത്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകളും മോട്ടിവേഷൻ സെഷനുകളും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വജ്ര ബാച്ചിന്റെ സവിശേഷത. അപ്പോൾ ഈ വജ്ര ബാച്ച് നമ്മൾ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൽ വരണം, നിങ്ങൾക്ക് എന്ത് കിട്ടണം, ആ ജോലി കിട്ടണമെന്ന് താല്പര്യത്തോടെയാണെങ്കിലാണ് നമുക്ക് ഈ വജ്ര ബാച്ചിലേക്ക് അല്ലെങ്കിൽ ഈ വജ്ര ബാച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ വജ്ര ബാച്ച് നമ്മൾ 2-ാം തീയതി ജൂൺ 2-ാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് വജ്ര ബാച്ച് 6 നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഈ രീതിയിലാണ് പഠനം മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ഓർക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം, പ്രിന്റ് ഔട്ട് എടുത്തു വെക്കണം. എന്നിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോടുകൂടി പഠിക്കാൻ ശ്രമിക്കണം. ഈ വജ്ര ബാച്ചിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. താങ്ക് യു.